ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 6-ാം വാക്യം. പ്രാപ്തി പോലെയും പ്രാപ്തിക്കു മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. 10-1 ദൈവത്തിന്, ബാക്കി എൻ്റെ സ്വന്തം. ഒരു വിശ്വാസി ഭാവിയെക്കുറിച്ച് ഉദാത്തമായ ദർശനമുള്ളവനും വിശ്വാസത്തിൻ്റെ വിത്ത് അല്ലെങ്കിൽ ധനം വിതയ്ക്കുന്നവനും ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങളും നന്മകളും പ്രതീക്ഷിക്കുന്നവനുമായിരിക്കണം. തങ്ങളുടെ ഭൗതിക നന്മയിൽ നിന്നും ദൈവത്തിനും ദൈവവേലയ്ക്കും വേണ്ടി കൊടുക്കുക എന്നത് കേവലം ദശാംശമായി വെട്ടിച്ചുരുക്കുവാൻ പാടില്ല. മനസ്സൊരുക്കമുള്ള വ്യക്തി തൻ്റെ പ്രാപ്തി പോലെയും പ്രാപ്തിക്കു മീതെയും നിർബന്ധത്താലല്ല, നല്ല മനസ്സോടെ സ്വമേധയ കൊടുക്കുന്നവനായിരിക്കണം എന്ന് പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ പറയുന്നു. ഒരിക്കൽ ഒരു കൊറിയക്കാരനും ഒരു ഇന്ത്യക്കാരനും തമ്മിൽ തങ്ങൾ ദൈവത്തിനു വേണ്ടി എപ്രകാരമാണ് ദശാംശം കൊടുക്കുന്നതെന്ന ആശയം പരസ്പരം സംസാരിക്കുകയായിരുന്നു. കൊറിയക്കാരനായ വിശ്വാസി പറഞ്ഞു, എനിക്ക് ശമ്പളം ലഭിക്കുമ്പോൾ വീട്ടിൽ വന്ന ശേഷം മുറ്റത്ത് ഒരു ചെറിയ വൃത്തവും അതിന് പുറത്തൊരു വലിയ വൃത്തവും ഞാൻ വരയ്ക്കും. വൃത്തങ്ങളുടെ നടുവിൽ ഞാൻ നിന്നുകൊണ്ട് പണം മുഴുവൻ മുകളിലേക്ക് എറിയും. ചെറിയ വൃത്തത്തിൽ വീഴുന്നത് ഞാൻ എടുക്കും, പുറത്തെ വൃത്തത്തിൽ വീഴുന്നത് ദൈവത്തിന് കൊടുക്കും. ഇത് കേട്ട ഇന്ത്യക്കാരൻ പറഞ്ഞു, ഞാനും ഏതാണ്ട് ഇപ്രകാരമൊക്കെയാണ് ചെയ്യുന്നത്. ശമ്പളം കിട്ടുമ്പോൾ മുറിയിൽ നിന്നുകൊണ്ട് മുകളിലേക്ക് എറിയും. മുകളിലേക്ക് പോയതിൽ ദൈവത്തിന് വേണ്ടത് ദൈവം പിടിക്കും, താഴെ വീണത് മാത്രം ഞാൻ പെറുക്കിയെടുക്കും. അതെൻ്റെ സ്വന്തം, അതിൽ മറ്റാർക്കും അവകാശമില്ല. നമ്മിൽ പലരും ഒരുപക്ഷെ ഈ ഇന്ത്യക്കാരൻ്റെ കൂട്ടുകാരായിരിക്കും. എന്നാൽ ദൈവത്തിന് നാം അർപ്പിക്കേണ്ടത് നമ്മുടെ ഭൗതിക നന്മയുടെ ഒരംശം മാത്രമല്ല, നമ്മെയും നമുക്കുള്ളത് സർവസ്വവുമാണ്. A.W. ടോസർ ഇപ്രകാരം നിരൂപിച്ചു, നീ എത്രമാത്രം കർത്താവിന് കൊടുക്കുന്നു എന്നല്ല, നിനക്ക് വേണ്ടി എത്രമാത്രം സൂക്ഷിച്ചു വയ്ക്കുന്നു എന്നാണ് ദൈവം നോക്കുന്നത്. നമ്മുടെ അർപ്പണ വസ്തുവിൻ്റെ മൂല്യത്തെക്കാൾ ഹൃദയത്തെയാണ് ദൈവം മാനിക്കുന്നത്. എന്താണ് ദശാംശം? ദശാംശം വിത്താണ്. വിത്ത് ഭക്ഷിച്ചാൽ നന്മ നഷ്ടപ്പെട്ടു. ന്യായപ്രമാണമില്ലാതിരുന്ന കാലത്തിൽ അബ്രഹാം തനിക്ക് ലഭിച്ചതിൻ്റെ 10-1 ദൈവത്തിനായി വേർതിരിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ പറയുന്നു. ബാബിലോൺ പ്രവാസം കഴിഞ്ഞ് മടങ്ങി വന്ന ജനം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെയും സ്നേഹത്തെയും സംശയിക്കുന്നവരായി ഉദാസീനരായി തീർന്നപ്പോൾ പ്രവാചകനായ മലാക്കി അവരെ ദൈവത്തിന് വേണ്ടി കൊടുത്തുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമോ എന്ന് ഒന്ന് പരീക്ഷിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ അത് കാണാം. ദൈവം ആരുടെയും കടക്കാരനല്ല. ഇന്നു മുതൽ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ മനസ്സ് വയ്ക്കുക. ദൈവം പറയുന്നു, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഹഗ്ഗായി 2-ാം അധ്യായം 19-ാം വാക്യം. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.